ഹലോ ഓൺ SGVN ലിമിറ്റഡ് അണ്ടറിൽ നല്ല സാലറിയിലുള്ള ഒരു പെർമനന്റ് ജോബ് വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഫൈനൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഇതിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ക്വാളിഫിക്കേഷൻ എത്രയാണ് വരുന്നത്, ഇതിന്റെ സാലറിയും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ കാര്യങ്ങൾ ഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുൾ ഡീറ്റെയിലോട്ട് നമുക്ക് പോവാം. SGVN ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലോട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഹിമാചൽ പ്രദേശിന്റെയും അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ്. ഹിമാചൽ പ്രദേശിന് കണ്ടുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ മാത്രമല്ല വേക്കൻസി വരുന്നത്, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ ബ്രാഞ്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. ഇവർ വിളിച്ചിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ട്രെയിനീസിനെയാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ടാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അഥവാ 28-നാണ്, ഏപ്രിൽ 28-നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 18/5/2025 ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. സോ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് തസ്തികയിൽ അതിന്റെ പേ സ്കെയിലും അതേപോലെ തന്നെ അതിന്റെ അലവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് ജോബൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സാലറി ഉണ്ടാവും. അതോടൊപ്പം തന്നെ കുറെ അലവൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെയും ആ രീതിയിൽ വരുന്നുണ്ട്. 50,000 മുതൽ 1,60,000 വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. അതിന്റെ കൂടെ തന്നെ കുറെ അലവൻസ് ഉണ്ട്. HRA, അതേപോലെ തന്നെ അക്വമേഷൻ, പിന്നെ അതേപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പലതരത്തിലുള്ള അലവൻസുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ 1 ഇയറിലോട്ട് ഒരു 1 ഇയർ നമുക്ക് ട്രെയിനിങ് പീരീഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ 1 ഇയർ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഓഫീസറൊക്കെ ആയിട്ട് നമ്മളെ ഈ ഒരു കമ്പനിയിൽ എവിടെ വേണമെങ്കിലും നമ്മളെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. സോ അതേപോലെ തന്നെ അതിന്റെ ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതിന്റെ പോസ്റ്റിന്റെയും എത്രത്തോളം പോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ പല ഡിസിപ്ലിൻ ആയിട്ടാണ് ഒഴിവെടുക്കുന്നത്. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഹ്യൂമൻ റിസോഴ്സ് ഒക്കെയാണ് വരുന്നത്. അതിനൊക്കെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസിയും കൊടുത്തിട്ടുണ്ട്. സിവിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. 30 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. അതേപോലെ ഇലക്ട്രിക്കലിലും മെക്കാനിക്കലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ടോട്ടൽ വേക്കൻസി 15 ആണ്. ഇലക്ട്രിക്കലിലും മെക്കാനിക്കലിലും 15 ആണ്. ഹ്യൂമൻ റിസോഴ്സ് ആകുന്ന സമയത്ത് അവിടെ നമുക്ക് ഗ്രാജുവേറ്റ് ആയിരിക്കണം വിത്ത് 2 ഇയർ MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയാണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ വേക്കൻസി 7 ആണ്. എൻവയോൺമെന്റിലുള്ള ഡിസിപ്ലിൻ ആണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ 2 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി മതി. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയൻസിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി മതി നമുക്ക്. ഈ വേക്കൻസിയാണ് വരുന്നത്. ജിയോളജിയിലാകുമ്പോൾ MSc ജിയോളജി അല്ലെങ്കിൽ MTech ഉണ്ടായാലും മതി. MTech ഇൻ ജിയോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി ഉണ്ടായാലും നമുക്ക് ഇതിന് അപ്ലൈ ആവുന്നതാണ്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി IT-യിലെ വേക്കൻസി വരുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് വേണ്ടത്. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെയുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ 6 വേക്കൻസിയാണ് വരുന്നത്. ഫിനാൻസ് ഡിസിപ്ലിനിൽ ഒഴിവുണ്ട്. CA അല്ലെങ്കിൽ CMA ഒക്കെ 2 ഇയർ MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 20 വേക്കൻസി ടോട്ടൽ വരുന്നുണ്ട്. ലോയിൽ ഒഴിവുണ്ട്. ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ലോ ആണ്. 3 ഇയർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. 3 ഇയർ LLB ഈ 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ് കംപ്ലീറ്റ് ആയാലും നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. ടോട്ടൽ 7 വേക്കൻസിയാണ് ലോയിലുള്ളത്. മൊത്തത്തിൽ നമുക്ക് വേക്കൻസി വരുന്നത് 114 വേക്കൻസിയാണ് അവിടെ വരുന്നത്. സോ എല്ലാ ഡിഗ്രീസും ഒരു പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള ഫുൾ ടൈം റെഗുലർ കോഴ്സസ് ആയിരിക്കണം. CA CMA ഒഴികെ. ഓക്കെ. അതേപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് 50% മാർക്ക് ഈ കോഴ്സുകളിലൊക്കെ ഉണ്ടായിരിക്കണം. SC ST PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും CA-ക്കും CMA-ക്കും ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ അതിന്റെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏജ് റിലാക്സേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. അതിൽ തന്നെ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 ഇയേഴ്സ് റിലാക്സേഷൻ കിട്ടും. OBC നോൺ ക്രിമിനൽ 3 ഇയർ. PWD-യിൽ വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ കാറ്റഗറിയിലും എത്രയാണെന്നുള്ളത്. അതേപോലെ തന്നെ JNK കാൻഡിഡേറ്റ്സിന് കൺസെഷൻ ഉണ്ട്. എക്സ് സർവീസ്മാൻസിന് കൺസെഷൻ ഉണ്ട്. ഒക്കെ ഉണ്ട്.
അതേപോലത്തെ ഡോക്യുമെന്റ് ആൻഡ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുക എന്നുള്ളത് കുറെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഏജ് റിലാക്സേഷൻ ആയാലും ആ ഒരു കമ്മ്യൂണിറ്റി എന്താണ് റിസർവേഷൻ കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഇതിന് സെലക്ഷൻ പ്രോസസ്സിലോട്ട് പോകാം. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് വരുന്നത്. അതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഒരു പേഴ്സണൽ ഇന്റർവ്യൂവും കൂടി നടക്കും. ഈ ഒരു 3 ഇതിന്റെ ബേസിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. CBT സ്കോർ അവിടെ വെയിറ്റേജ് പറയുന്നുണ്ട് 70%, ഗ്രൂപ്പ് ഡിസ്കഷൻ 10%, പേഴ്സണൽ ഇന്റർവ്യൂ 50% എന്ന രീതിയിലാണ് വരുന്നത്. ടോട്ടൽ ആണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് അതിന്റെ എക്സാമിന്റെ CBTന്റെ എക്സാമിന്റെ ഫസ്റ്റ് നമുക്ക് CBT എക്സാം ആണ് ഉണ്ടാവുക. അതിനുശേഷമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവുക. CBTന്റെ എക്സാം ഡ്യൂറേഷൻ 2 hours ആണ്. 150 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് വരിക. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സിലബസ് വരുന്നുണ്ട് ഇങ്ങനെയാണ്. സെക്ഷൻ 1 സെക്ഷൻ 2 2 സെക്ഷൻ ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. ഇതിന്റെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്ക് വരുന്നത് 1 മാർക്കാണ് ഒരു കറക്റ്റ് ആൻസറിന്. നെഗറ്റീവ് മാർക്ക് ഇവിടെ ഇല്ല. നല്ലൊരു അവസരമാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു എക്സാം ആണിത്. അതേപോലെ തന്നെ ടെസ്റ്റ് സെന്ററുകൾ വരുന്നത് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ന്യൂഡൽഹി ഇൻക്ലൂഡിംഗ് NCR, അതേപോലെ ചണ്ഡീഗഡ്, അരുണാചൽ പ്രദേശിലുള്ള, അതേപോലെ തന്നെ ദെഹ്റാദൂൺ ഹിമാചൽ പ്രദേശിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് എക്സാം സെന്റർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നത്. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് വേണമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലേസ്മെന്റിന്റെയും അസസ്മെന്റ്സിന്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രെയിനിങ് പീരീഡ് ഉണ്ടാവുന്ന പറഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെന്റും കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്ലേസ്മെന്റ് കാര്യങ്ങളും ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുക. അതേപോലെ തന്നെ ഇതിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാത്ത ഓൺലൈനായിട്ട് തന്നെയാണ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് പേഴ്സണൽ ഇമെയിൽ ID, മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഫോട്ടോഗ്രാഫ്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അതേപോലെ തന്നെ ഫീ പേയ്മെന്റ് എങ്ങനെ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് മാർക്ക് ചെയ്തത് 18-ാം തീയതി വരെയാണ്. മെയ് 18-ാം തീയതി വരെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. നല്ല സാലറികൾ, സെൻട്രൽ ഗവൺമെന്റ്സിന്റെ ഒക്കെ എല്ലാ തരത്തിലുള്ള അലവൻസും കാര്യങ്ങളും കിട്ടുന്ന ഒരു ജോലിയാണിത്. ഇപ്പോൾ ആർക്കൊക്കെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും ഉണ്ടോ അവരൊക്കെ ഇതിന് അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.